ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ആരാധകരെ കൈയുയർത്തി കാണിക്കുന്നവർ നടന്മാരാണ് അല്ലെങ്കിൽ നടിമാരാണ്. എന്നാൽ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അടിച്ച് ഫിറ്റായി മുണ്ടൂരി ലിംഗം പൊക്കി കാണിക്കുന്നവന്റെ പേര് വിനായകൻ എന്നാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ദൃശ്യങ്ങളാണ്. നടൻ വിനായകൻ തന്റെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വഴിയെ പോകുന്നവരെ പൂരത്തെറി വിളിക്കുന്നതും അവസാനം മുണ്ടഴിഞ്ഞു പോകുന്നതും നിലത്ത് വീഴുന്നതും മുണ്ടഴിച്ചു കാണിക്കുന്നതുമായ ദൃശ്യങ്ങൾ. എന്നാൽ വിനായകന്റെ മാപ്പ് പുറത്തു വന്നിരിക്കുന്നു. വിനായകൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഒരു മാപ്പ് കൊണ്ട് തീരുന്ന വിഷയമാണോ ഇത്? അറിയില്ല. വിനായകൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്: സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചർച്ചകൾ തുടരട്ടെ. ചർച്ചകൾ തുടർന്നു കൊള്ളാൻ വിനായകൻ അനുവാദം തന്ന സ്ഥിതിക്ക് അത് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. വിനായകന്റെ സോഷ്യൽ മീഡിയയിലുള്ള പെർഫോമൻസുകളും പൊതു ഇടങ്ങളിലുള്ള പെർഫോമൻസുകളും ഒക്കെ നമ്മൾ പലയുഴി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അന്നെല്ലാം വിനായകന് വലിയ സപ്പോർട്ടുമായി ഇടതു പ്രൊഫൈലുകളും മറ്റും രംഗത്ത് വരുമായിരുന്നു. ഒപ്പം വിനായകൻ ജാതിയിൽ താഴ്ന്ന ആളായതുകൊണ്ടാണ് ഇത്തരത്തിൽ വിനായകന് നേരെ വിമർശനങ്ങൾ ഉയരുന്നത് എന്ന് പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ വരുമായിരുന്നു. ഇതൊരു ജാതിയുടെ പ്രശ്നമല്ല, ഒരു സിനിമാ നടന്റെ പ്രിവിലേജിന്റെ പ്രശ്നമല്ല, ഒന്നുമല്ല. ഏതൊരു വ്യക്തിയായാലും അവർ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ, അതായത് ഇന്ത്യയിൽ നിയമാനുസൃതമായി ഉപയോഗിക്കാൻ കഴിയുന്ന ലഹരി ഉപയോഗിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ അത് പൊതുജനങ്ങൾക്ക് ശല്യമായി തീരുമ്പോൾ കൃത്യമായി അത് കേസെടുക്കേണ്ട പ്രക്രിയ തന്നെയാണ്. പൊതുവിടങ്ങളിൽ നഗ്നതാ പ്രദർശനം കേസെടുക്കേണ്ട വകുപ്പ് തന്നെയാണ്. പോലീസ് ആ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. മറ്റാരോ മറഞ്ഞു നിന്ന് ഈ ദൃശ്യങ്ങൾ എടുത്തതല്ല. സഹി കെട്ടപ്പോൾ, അയൽപക്കത്തുള്ള ആരോ സഹി കെട്ടപ്പോൾ ദൃശ്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതാണ്. എത്ര തവണ നമ്മൾ കണ്ടതാണ് വിനായകന്റെ കോലാഹലങ്ങൾ. പൊതുവിടങ്ങളിൽ, പാർട്ടി പരിപാടികളിൽ, അമ്പലങ്ങളിൽ പോലും പോയി വിനായകൻ രാത്രിയിൽ കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് നമ്മൾ കണ്ടു. അന്ന് വിനായകനെ വിമർശിച്ചവർക്ക് നേരെയെല്ലാം ജാതീയതയുടെയും മറ്റെന്തിന്റെയൊക്കെയോ പേര് പറഞ്ഞുകൊണ്ട് തെറി വിളിക്കാനും ആക്ഷേപം പറയാനും സൈബർ വെട്ടിക്കുളിക്കൂട്ടങ്ങൾ വിനായകനൊപ്പം ഉണ്ടായിരുന്നു. വിനായകൻ ഒരു നല്ല നടനാണ്. രജനീകാന്തിനെ പോലും വിറപ്പിച്ച വില്ലൻ കഥാപാത്രം ചെയ്ത വിനായകൻ മലയാളിക്കെന്നും ഒരു അഭിനേതാവ് എന്ന നിലയിൽ അഭിമാനമാണ്. അഭിമാനത്തോടെ തമിഴന്മാരുടെ മുന്നിൽ പറയാം, നോക്കൂ, ഞങ്ങളുടെ വിനായകൻ നിങ്ങളുടെ രജനീകാന്തിനും മുകളിൽ, എത്രയോ മുകളിലാണ് അഭിനയിച്ച് തകർത്തത് എന്നത്. സിനിമയിൽ നല്ല വേഷങ്ങൾ കിട്ടിയത് കൊണ്ട്, സിനിമയിൽ നല്ല പബ്ലിസിറ്റി കിട്ടിയത് കൊണ്ട് ഒരു കലാകാരന്റെ മുഖം എപ്പോഴും അഹങ്കാരത്തോടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാകൃതമായ പ്രവൃത്തികളിലൂടെ മുന്നോട്ട് പോകാൻ പാടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കലാകാരന്മാർ എപ്പോഴും സമൂഹത്തിന് മാതൃകയാകേണ്ടുന്നവരാണ് എന്നാണ് വെപ്പ്. മാതൃക ആയില്ലെങ്കിലും കുഴപ്പമില്ല. ആ കലാകാരൻ അവിടെ ഉള്ളപ്പോൾ അതിന് മുന്നിലൂടെ നടന്നു പോകാൻ പോലും മടിക്കുന്ന അവസ്ഥയിലേക്ക് മലയാളി മാറുകയാണ്. വിനായകന് കുടുംബമുണ്ട്, ശരിയാണ്. വിനായകന് സാമൂഹികമായ ബന്ധങ്ങളുണ്ട്. സിനിമാ നടൻ എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും പെരുമാറേണ്ട രീതിയിൽ പെരുമാറാൻ തനിക്ക് കഴിയുന്നില്ല എന്ന് വിനായകൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ ഇത് വിനായകന്റെ പ്രശ്നമല്ല, വിനായകനെ അടിമയാക്കുന്ന ലഹരിയുടെ പ്രശ്നമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു ഡി അഡിക്ഷൻ സെന്ററിൽ പോകണം. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ സമൂഹത്തെ വലിയ രീതിയിൽ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇത്തരം ദൃശ്യങ്ങൾ വൈറലാകുമ്പോൾ നിങ്ങൾക്ക് പോലും മാപ്പ് പറയേണ്ടി വരുന്നത്. വിനായകനോടുള്ള അഭ്യർത്ഥനയാണ്. അല്ലാതെ അടിച്ചു പൂസായി ബാൽക്കണിയിൽ നിന്ന് മുണ്ടൂരി തന്റെ നഗ്നത പ്രദർശിപ്പിക്കുക അല്ല വേണ്ടത്. വിനായകന് സപ്പോർട്ടുമായി ഇത്തവണ വലിയ ആരാധകരെ ഒന്നും കണ്ടില്ല. കാര്യം അവർക്കും മനസ്സിലാക്കിയിരിക്കുന്നു. സാധാരണഗതിയിൽ വിനായകൻ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചേരിയിൽ നിൽക്കുന്നവരെ തെറി പറയുമ്പോഴും അല്ലെങ്കിൽ അവർക്കെതിരെ മോശം വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും ഒക്കെ വിനായകന് കിട്ടുന്നൊരു സപ്പോർട്ട് ഇത്തവണ എങ്ങും കണ്ടില്ല. വിനായകനോടാണ് പറയാനുള്ളത്, ദൈവം അനുഗ്രഹിച്ചൊരു കലാകാരനാണ് നിങ്ങളെ ഞങ്ങൾക്കെല്ലാം വളരെ വലിയ ഇഷ്ടമാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ സത്യത്തിൽ മലയാളികളുടെ തലയാണ് കുമ്പിട്ടു പോകുന്നത്. അന്യഭാഷാ മാധ്യമങ്ങളിൽ, അന്യഭാഷാ സൈബർ ഇടങ്ങളിലൊക്കെ മലയാളം നടൻ വിനായകൻ ഇത്തരത്തിൽ കാണിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായാൽ അത് മുഴുവൻ മലയാളികൾക്കും
നാണക്കേടാണ്. അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് വിനായകന്റെ പക്ഷമെങ്കിൽ വിനായകൻ നിങ്ങളെ നല്ലൊരു നടനാക്കിയതിൽ ഇവിടുത്തെ മലയാളികൾക്കും ഒരു പങ്കുണ്ട്. നിങ്ങളുടെ സിനിമകൾ പോയി കണ്ടവർ, നിങ്ങളെ ആരാധിച്ചവർ, നിങ്ങൾക്ക് വേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടവർ, പണ്ടൊരു മാധ്യമ പ്രവർത്തകയുടെ മുഖത്ത് നോക്കി നിങ്ങൾ എന്നെ കൂടെ കിടക്കാൻ വിളിച്ചാൽ നീ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ രണ്ടു വശങ്ങളും ചർച്ച ചെയ്തവരാണ് മലയാളികൾ. നിങ്ങൾക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രാചീനമായ കർമ്മങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിക്കുക? നിങ്ങൾക്ക് തന്നെ രാവിലെ ലഹരിയുടെ കെട്ടിറങ്ങിയപ്പോൾ മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റിൽ ഒരു ജാമ്യം എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ, ചർച്ചകൾ തുടരട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ഇതൊക്കെ വീണ്ടും ആവർത്തിക്കും, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നുകൂടി വിനായകൻ പറയാതെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ മിസ്റ്റർ വിനായകൻ? പ്രിയപ്പെട്ട സിനിമാ നടനായ വിനായകൻ, നിങ്ങളെ വീണ്ടും പറയട്ടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വലിയ ഇഷ്ടമാണ്. നിങ്ങളുടെ അഭിനയവും നിങ്ങളുടെ രീതികളും ഒക്കെ കണ്ട് കൈയടിച്ചവരാണ്, കോരിത്തരിച്ചവരാണ് ഞങ്ങളെല്ലാവരും. നിങ്ങളുടെ തമാശകൾക്ക് പൊട്ടിച്ചിരിച്ചവരാണ്. വിനായകൻ, ഇതൊരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ മലയാള സിനിമയ്ക്ക് വേണം, ഇന്ത്യൻ സിനിമയ്ക്ക് വിനായകനെ വേണം, വിനായകൻ എന്ന അഭിനേതാവിനെ വേണം. പക്ഷേ നിങ്ങൾ ഇത്രത്തോളം അധപ്പതിക്കാൻ പാടില്ല.